ശ്രീകലയ്ക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? നല്ല ക്ഷീണമുണ്ടല്ലോ, ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലേ? ഈ സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കണമെന്ന് മോഹമുണ്ടോ നിനക്ക്? അച്ഛൻ വാങ്ങിത്തരാം മോളെ. പറഞ്ഞോ, എന്താ വേണ്ടത് ശ്രീകലയ്ക്ക്? എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തരൂ. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇതിരിക്കട്ടെ. അർഹതയില്ലാത്ത സ്ഥാനത്ത് വന്നതുകൊണ്ടായിരിക്കും തെരുവിൽ നിന്ന് വന്ന ഭാര്യ ഗർഭിണിയായാലും ഒന്നിനും മോഹിക്കാൻ പാടില്ലെന്നായിരിക്കും. അത് ചെറിയ കാര്യമായാൽ പോലും അല്ലേ സർ? ദേവിച്ച, എന്നതാ പ്രശ്നം? കാര്യശത്രു തന്നെ. പിന്നെ എന്നതൊക്കെ ആയാലും എൻ്റെ ചോര തന്നെ അല്ലയോ. ഒറ്റയ്ക്ക് ഇരുന്ന് പിടയുന്ന കണ്ടപ്പോൾ എന്നതാന്ന് ചോദിക്കണം തോന്നി. അല്ലേടോ വത്തിക്കാനെ? ഇതത് തന്നെ. ഏത് പാപ്പാന്റെ മോളെ? അതിനി പറഞ്ഞിട്ട് എന്നതാ കാര്യം? ഞാൻ അന്നേ പറഞ്ഞതല്ലയോ, കൊച്ചാവു സേപ്പിന്റെ ചെറുക്കം വാശി തീർക്കുന്നതാ, തലയെ കെട്ടിവെച്ചതാ. അതൊന്നും മനസ്സിലാക്കാൻ ഞാൻ എന്നാ ചെയ്യും? മലയക്കുന്തയിൽ തറവാട്ടിലെ സക്കായിയുടെ മക്കളെ എന്നാ പോക്കരിത്തരം കാണിച്ചാലും സാരമില്ല, പക്ഷേ മണ്ടത്തരം കാണിക്കരുത്. എന്നതെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കണോ വത്തിക്കാനെ? കാര്യം അപ്പനും മോനും തമ്മിത്തല്ല പണ്ട് തൊട്ട്. എന്നിട്ടും ആ മനസ്സ് കണ്ടോ? ഡേവിച്ചിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് കരുതിയതാ, എന്നാലും പറയുക. എന്നാ ധൈര്യത്തിലാ അവൻ അവളെ വിളിച്ചോണ്ട് പോയത്. അന്ന് ഹോട്ടലിൽ നിന്ന് പിടിക്കുമ്പോഴും ഒന്നിച്ചല്ലായിരുന്നു. എന്നാലും ഇപ്പോ ഉടുത്തുരുങ്ങി പോയിരിക്കുകയല്ലോ. ദേവിച്ച, അപ്പം പറഞ്ഞത് നേരാ, വെറുതെ മണ്ടനാവരുത്. ഏറ്റ മട്ട ഇതടിപെടും. ഉള്ളതാ, ഉള്ളതാന്ന്. ഇത് മതി. ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല. സാറ് കയറിയിട്ട് പോയാൽ മതി, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. വരൂ സർ. എന്റെ അമ്മ വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലായിട്ട് എന്താ എന്നോട് മറച്ചു വെച്ചത്? എന്നാടോ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിന് രാജൻ സാറോ എന്നാ വിചാരിച്ചേ? മലയക്കുന്നേക്കാര് മൊത്തത്തിൽ കഴുകലാണെന്ന് കരുതി. നീ എന്താ ഇത്? മൃഗണ്ടായ കുട്ടിയല്ലേ ഇത്? ഓഹോ,
നിനക്ക് ഈ പ്രഗ്നൻസി കെയർ കാണും. എന്നെ കൊണ്ട് സംരക്ഷിക്കടാ. നിന്റെ പ്രഗ്നൻസിക്ക് ഉത്തരവാദി ആരാന്ന് വെച്ചാ പോയി പുറത്തോടി കൂടെ. ദേവിച്ച നീ ഇത്ര ചീപ്പാവരുത്. ഞാൻ എത്ര ചീപ്പാവുന്ന് നീ കാണാനിരിക്കുന്നുള്ളടാ. എന്നതാ ഇവിടെ പ്രശ്നം? എന്നാ ചോദിച്ചാ ഇവൻ എന്നാ എന്നോട് കാണിച്ചേ? ദേവിച്ച ബ്രെയിൻ വാഷ് ചെയ്യാൻ പലരും കാണും. പക്ഷേ ഈ രാജോളിനെ നീ മനസ്സിലാക്കണം. ഇനി എന്നതാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ദേ ഇവിടെ ഞാൻ ഇറക്കി വിടാൻ പോവാ. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ താനെടുത്തോ. എന്നിട്ട് ഇവളെ ഇവിടെ കൊണ്ട് വിട്ടേക്ക്. കൊല്ലണോ വളർത്തണോന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചൗസേപ്പിന്റെ മകന്റെ കുഞ്ഞിനെ തോളിലേറ്റാൻ ഈ ഡേവിച്ചിനെ കിട്ടില്ലടാ. ദേവിച്ച എന്നെങ്കിലും നീ എന്നെ മനസ്സിലാക്കും. നിന്റെ ഭാര്യയും. ഒരു കാര്യം നീ ഓർത്തോ, അവളുടെ ജീവിതം പന്ത് തട്ടി കളിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല. പോയോ? ആ പോയി. കൊച്ചു കള്ള. വാ മളിക്കോ. ഒരു വല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാ. അറിയാതെ പെട്ടുപോയതാ ഞാൻ. ഒരു സാധാരണ പുരുഷൻ എന്നെ സംശയിക്കുന്നതിൽ തെറ്റു പറയില്ല. അത്രയ്ക്കൊക്കെ ഉള്ളൂ നിങ്ങൾ. പക്ഷെ എന്നെ സംശയിക്കുന്നതിന്റെ കാരണം എനിക്കറിയണം. ശക്തമായൊരു തെളിവ് വേണം എനിക്ക്. എന്താണ് കാരണമെന്ന് പറഞ്ഞാ ഞാൻ പൊയ്ക്കോളാം. നിങ്ങളുടെ അപ്പനും പെങ്ങളും ചേർന്നുണ്ടാക്കിയ ട്രാപ്പിൽ പെട്ടുപോയി. അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്കതറിയണം. ഇനി നീ മിണ്ടരുത്. ഇല്ല, എനിക്കറിയണം. എന്തിനാ എന്നെ സംശയിക്കുന്നത്? പറ, പറയാൻ. ഇനി നീ സംസാരിച്ച അടി ഇനി നീ വാങ്ങിക്കും. ഇല്ല, പറയണം. പറഞ്ഞേ തീരൂ. പറയാതെ വിടില്ല ഞാൻ. പറ, പറയാൻ. പറയാം. തെളിവല്ലേ നിനക്ക് വേണ്ടത്? തരാം ഞാൻ. വായിച്ചു നോക്ക്. വായിച്ചു നോക്കണി. തെളിവുകളായത്. അന്ന് കൊടൈക്കനാലിൽ പോയ ദിവസം നീ തലയുറ്റി വീണപ്പോ നിനക്ക് ചെയ്ത മെഡിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ചെയ്ത്. ഡേറ്റ് ഞാൻ എല്ലാരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ തന്തയും തള്ളയും ഒക്കെ. നിന്നെ ഞാൻ ആദ്യമായി സ്പർശിച്ച ദിവസത്തിന്റെ പിറ്റേന്നെടുത്ത മെഡിക്കൽ റിപ്പോർട്ടിൽ നീ പ്രഗ്നന്റാ. 21 days. ഇതിൽ കൂടുതൽ തെളിവല്ലോ വേണോടി? വേണോന്ന്?
പ്രിയപ്പെട്ട എനിക്ക് എപ്പോഴെങ്കിലും പ്രിയം തോന്നിയിട്ടുള്ള ഒരേ ഒരു പുരുഷൻ, അതങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾ എന്തിനാ ഇത്ര പാടുപെടുന്നെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഈ കള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സംസ്കാരത്തിന്റെ പ്രതീകമായി ഞാൻ കാണുന്നു. നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, എങ്കിലും പറയുന്നു, നിങ്ങളല്ലാതെ എന്റെ ദേഹത്ത് മറ്റാരും കൈവച്ചിട്ടില്ല. രാഷ്ട്രീയവും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒക്കെ ചേർന്ന് യുദ്ധം നടക്കുന്ന ഒരു സാമ്രാജ്യമാണല്ലോ ഈ മലയക്കുന്നൽ തറവാട്. അതിനെന്നെ കരുവാക്കുന്നതായിരിക്കും. മലയക്കുന്നൽ ഡേവിച്ചന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വളർത്തും. നിങ്ങൾ നിഷേധിച്ചാലും അത് നിങ്ങളുടെ കുഞ്ഞു തന്നെയാണെന്ന് ഈ സ്ത്രീക്ക് ഉറപ്പുണ്ട്. അഗ്നിത്യാഗം ചെയ്ത് പരിശുദ്ധി തെളിയിക്കാൻ ത്രേതായുഗമൊന്നും അല്ലല്ലോ ഇത്. ഇറങ്ങുന്നു എന്ന് ശ്രീകല. എവിടേക്കാ നീ പാതിരാത്രിയില്? എങ്ങോട്ട്? എന്താ എന്താ മോളെ? എവിടേക്ക് എവിടേക്കാ നിന്റെ പുറപ്പാട്? എങ്ങോട്ടാണെന്ന് പറയാതെ ഞാൻ പോകുന്നെന്ന് മാത്രം പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ആനി എന്റെ മകനെ തെരഞ്ഞു വരിക ഞാൻ. എന്നതാ മോളെ? എന്നാ ദേവിച്ചിനുമായി വഴക്കിട്ടോ? സാരല്ല, നേരം വിളിക്കട്ടെ. തത്തമ്മായി സംസാരിക്കാൻ ദേവിച്ചനോട്. വേണ്ട, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തത്തമ്മായി. ഈ ദുരിതം പിടിച്ച വീട്ടിലേക്ക് ഇനി ഞാനില്ല. എന്നതാ മോളെ ഇതിന് മാത്രം പ്രശ്നം? നോക്കുമോ, എനിക്കൊരു വീടുണ്ടല്ലോ, അങ്ങോട്ട് വാ. തത്തമ്മയല്ലേ പറയുന്നേ? വാ മോളെ, വാ. വാ വാ മോളെ.
കയറി വാ. വാ. എന്നതാ കാര്യം? ഡേവിച്ചനൊരു ചൂടനാ. എന്നതേലും പറഞ്ഞെന്ന് വെച്ച് നീ ചാടി പുറപ്പെടണോ? അല്ല തത്തമ്മായി, അങ്ങനെയല്ല. എന്നും വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു. എങ്കിലും ഡേവിച്ചായന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ഇന്നാ മനസ്സിലായത്. ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യം. എന്നതാ മോളെ? എന്തായത്? പ്രഗ്നന്റ് ആയ കുട്ടിയല്ലേ ഇത്? ഓഹോ, നിനക്ക് ഈ പ്രഗ്നൻസി കെയർ കാണും. എന്നെ കൊണ്ട് സംരക്ഷിക്കടാ. നിന്റെ പ്രഗ്നൻസിക്ക് ഉത്തരവാദി ആരാന്ന് വെച്ചാ പോയി പുറത്തോടി കൂടെ. ദേ, ഇവിടെ ഞാൻ ഇറക്കി വിടാൻ പോവാ. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ താൻ എടുത്തോ. എന്നിട്ട് ഇവിടെ ഇവിടെ കൊണ്ട് വിട്ടേക്ക്. കൊല്ലണോ വളർത്തണോന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചൗസേപ്പിന്റെ മകന്റെ കുഞ്ഞിനെ തോളിലേറ്റാൻ ഈ ഡേവിച്ചിനെ കിട്ടില്ലടാ. എനിക്കറിയണം. എന്തിനാ എന്നെ സംശയിക്കുന്നത്? പറ, പറയാൻ. ഇനി നീ സംസാരിച്ച അടി ഇനി നീ വാങ്ങിക്കും. ഇല്ല, പറയണം. പറഞ്ഞേ തീരൂ. പറയാതെ വിടില്ല ഞാൻ. പറ. അന്ന് കൊടൈക്കനാലിൽ പോയ ദിവസം നീ തലവിറ്റ് വീണപ്പോ നിനക്ക് ചെയ്ത മെഡിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ചെയ്ത് ഡേറ്റ് ഞാൻ എല്ലാരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ തന്തയും തള്ളയും ഒക്കെ. നിന്നെ ഞാൻ ആദ്യമായി സ്പർശിച്ച ദിവസത്തിന്റെ പിറ്റേന്നെടുത്ത മെഡിക്കൽ റിപ്പോർട്ടിൽ നീ പ്രഗ്നന്റാ. സ്നേഹിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കും. എന്നിട്ട് കുറ്റം മുഴുവൻ രാജൻ സാറിന്. സാറ് വൈരാഗ്യം തീർക്കാത്രേ. ഡേവിച്ച, നിന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുകയാണോ നീ? അതും ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എന്നതാ ഡേവിച്ച ഇത്? കള്ള സർട്ടിഫിക്കറ്റോ? അവള് പറഞ്ഞായിരിക്കും. എന്നാ തത്തമായി വിളിക്കൂ ഹോസ്പിറ്റലിലേക്ക്. നമ്പർ ഉണ്ടല്ലോ. പൂർണ്ണമായിട്ടും അവൾ എന്റെ ഭാര്യയായ ദിവസത്തിന്റെ പിറ്റേന്ന് രാവിലെ അവള് തലയേറ്റ് വീണപ്പോ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. ഇത് കള്ള റിപ്പോർട്ട് അല്ല തത്തമായി. അവളെ പറഞ്ഞു വിട്. അവളും ആ രാജൻ ജോർജും ഒക്കെ ചേർന്ന് നടത്തുന്ന നാടകം ഇത്. നമ്മുടെ തറവാട് നശിപ്പിക്കാൻ വേണ്ടി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഈ രാജൻ ജോർജ്.